ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ മട്ക്കി എന്ന് പറയുന്ന ഒരു പയർ, ഈ മട്ക്കി എന്ന് പറയുന്ന പയറും പൊട്ടറ്റോയും കൂടെ ഇട്ട ഒരു മസാലക്കറി. ഈ മട്ക്കിക്ക് മലയാളത്തിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചെറുപയർ പരിപ്പാണോ എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഈ മഹാരാഷ്ട്രയിൽ കിട്ടുന്ന ഒരു പയറാണ്. ഇതിന് എന്താ പേരെന്നറിയാവുന്നവരുണ്ടെങ്കിൽ അത് എന്നെ തീർച്ചയായിട്ടും ഒന്ന് എഴുതി അറിയിക്കണം. അപ്പോൾ ഈ മട്ക്കി ഞാൻ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുകയാണ്. അതിൻ്റെ കൂടെ 2 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഉണ്ട്. വെളുത്തുള്ളിയുടെ 4 അല്ലി, വലിയ അല്ലിയാണ് അതും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മസാല ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, അത്യാവശ്യം എരിവുള്ളതാണ്, 1/2 ടീസ്പൂണ് ഇത് ജീരകത്തിൻ്റെ പൊടി, ഇത് ഒരു 1/2 ടീസ്പൂണ് ചാറ്റ് മസാലയാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണേൽ ചേർക്കാം, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണും ഗരം മസാല പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിലോട്ട് വെക്കാം. നമ്മൾ മട്ക്കി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഇട്ടു. അതിലേക്ക് കടുകിട്ട് കൊടുത്തു. കടുകൊക്കെ പൊട്ടി വന്നു. കറിവേപ്പില ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. നമുക്ക് കറിവേപ്പില ഇപ്പോൾ വീട്ടിലില്ല, പറിക്കാൻ പോയിട്ടേ ഉള്ളൂ. വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. സെറണായതുകൊണ്ട് കറി വെച്ച് കഴിഞ്ഞാലും കറിവേപ്പില വരുമെന്നുള്ളതിൽ വിശ്വാസമില്ല. അപ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഉള്ള പേസ്റ്റ് അത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വന്നു. അതിലേക്ക് ഞാൻ ഉള്ളി ഇടുക. നമ്മുടെ കറിവേപ്പില എത്തിയിട്ടുണ്ട്. അതുവഴി കൊണ്ടുപോകാം. ഉള്ളിയൊക്കെ ഒന്ന് നിറം മാറി വന്നു. അപ്പം ഞാനതിലേക്ക് കറിവേപ്പില ഇടുകയാണ്. ഈ നമ്മുടെ സ്വന്തം കറിവേപ്പിലയാണ്, പക്ഷേ അതേ പൊടി ഉണ്ടായിരുന്നു. അതൊന്ന് ശരിയായിട്ട് കഴുകിയിട്ടാണ് ഇട്ടുന്നത്. ഇപ്പം ഭയങ്കര പൊടിക്കാറ്റുണ്ട്. ഉള്ളിയൊന്നും നിറം മാറി വന്നു. ഇനി ഞാൻ ഇതിലേക്ക് അധികം ഒന്നും വഴറ്റാൻ നിൽക്കുന്നില്ല. ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ കട്ട് ചെയ്തോടെ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളിയും ടൊമാറ്റോ ഒക്കെ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുത്തു. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന കറിയാണ്. ഈ മട്ക്കിക്ക് വളരെ ടേസ്റ്റുള്ള ഒരു പയറാണ്. എന്താ പേരെന്നറിയാൻ ഒരു മാർഗ്ഗമില്ല. നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് വഴന്നു വന്നു. അപ്പം നമ്മൾ ഈ പൊടിയെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഇതിൽ ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. പൊടി കരിഞ്ഞു പോകാതെ നോക്കണം. ഞാൻ ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചു. പൊടിയൊക്കെ ഒന്ന് വഴന്നു വന്നു. അതിലേക്ക് ഞാൻ ഈ പൊട്ടറ്റോ ഒന്ന് ആഡ് ചെയ്യുക.
ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഒരു കറിയാണ്. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഡബ്ബയിൽ കൊടുത്തു വിടാനും പറ്റും. പൊട്ടറ്റോ ഒന്ന് ചൂടായി വന്നു. അതിലേക്ക് ഞാൻ ഈ പയർ, ഇത് വേണമെന്നുണ്ടെങ്കിൽ തുണി കെട്ടി വെച്ചാൽ ഇത് മുളപ്പിച്ച് കൊടുക്കാം. ഞാൻ തുണി കെട്ടി വെച്ചില്ല. രാത്രി അല്ലെങ്കിൽ ഒരു രാവിലെ കുതിർക്കാനായിട്ട് വൈകിട്ടാകുമ്പോൾ ഇത് തുണിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതിന് മുള വരും. ഇനി ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മൾ ഈ മസാലയൊക്കെ മൂപ്പിച്ചതായതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതിലേക്ക് ഇപ്പോഴും ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇനി ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഈ പാത്രം അടച്ചു വെച്ചു. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് തുറക്കാം. അപ്പോഴത്തേക്ക് ഇത് ശരിക്കും വെന്ത് വരും. നമ്മുടെ മട്കി പൊട്ടറ്റോ മസാലയാണ്. അത് വളരെ വെന്ത് വന്നു. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തു. നല്ല ടേസ്റ്റുണ്ട്. അത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെന്നുണ്ടെങ്കിലും ഒരു നല്ല കറിയാണ്. മട്കിക്ക് വളരെ ടേസ്റ്റുള്ള ഒരു പയറാണ്. നാട്ടിൽ നിങ്ങൾക്കിത് കിട്ടുമെന്നുണ്ടെങ്കിൽ നോക്കണം. ചിലപ്പം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈ മട്കി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കണം. മട്കിക്ക് മലയാളത്തിലെ പേരെന്താണെന്ന് എന്നോട് പറഞ്ഞു തരണം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.